ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ജാസ്മിൻ വേഷം കെട്ടിച്ച ആ പെൺകുട്ടിയിൽ നിന്നും സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് ഗാർഗിയും പാറുവും. തുടർന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം ജാസ്മിനെ ചോദ്യം ചെയ്യുകയാണ് പാർവതി. വിശാൽ സാറിനെ വിവാഹം കഴിക്കാമെന്നുള്ള നിന്റെ മോഹമൊന്നും നടക്കാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന ഗാർഗി ചോദിക്കുകയാണ്, നിനക്ക് ബ്രോയെ വിവാഹം കഴിക്കാനാണെങ്കിൽ നീ എന്തിനാ ബ്രോയെ ജയിലിലാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ജാസ്മിൻ പറയുമ്പോൾ അച്ചമ്മയും സുശീലയും പ്രഭാവതിയും എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. നീയാണ് എൻ്റെ കയ്യിൽ നിന്നും ആ ഡോക്യുമെൻറ്റ്സ് അടിച്ചു മാറ്റിയതും വിശാൽ സാറിനെ ജയിലിലായി ശ്രമിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ജാസ്മിനെ പുറത്തേക്ക് പിടിച്ച് തള്ളുകയാണ് പാർവതി. വീഴാൻ പോകുന്ന ജാസ്മിനെ താങ്ങി പിടിക്കുകയാണ് വിശാൽ. തുടർന്ന് വിശാൽ ചോദിക്കുകയാണ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, ഡോക്യുമെൻറ്റ്സ് കൊണ്ട് കളഞ്ഞതും പോരാ, ഇവളിപ്പോൾ പറയുന്നത് ജാസ്മിനാണ് ആ ഡോക്യുമെൻറ്റ്സ് എടുത്ത് മാറ്റിയതെന്നാ. എന്താ പാർവതി, ഞാൻ കേൾക്കുന്നത് സത്യമാണോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതെ, ജാസ്മിൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ. അതിന് എല്ലാവരും പോയിട്ടും ജാസ്മിൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് സുശീല പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ഇല്ല, ഇവർ പോയതിൻ്റെ പിന്നാലെ തന്നെ ജാസ്മിനും ഇവിടെ നിന്ന് പോയിരുന്നു. എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ഒന്ന് തെളിച്ചു പറയാൻ അച്ചമ്മ പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുകയാണ് പാർവതി. ഇത് കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ പാറു പറയുകയാണ്, ആ ഗർഭിണിയായ പെൺകുട്ടി കാറിൽ നിന്നും ഇറങ്ങിയ പിന്നെയാണ് ഡോക്യുമെൻറ്റ്സ് മിസ്സായത്. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, ഇന്ന് ഞാനും പാർവതിയും കൂടി റോഡിൽ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടിരുന്നു. അവളെ ചോദ്യം ചെയ്തപ്പോൾ അവളാ പറഞ്ഞത് ജാസ്മിൻ അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണെന്ന്. ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ ഗാർഗിയെയും പാറുവിനെയും നോക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ ഈ ജാസ്മിൻ നമ്മളെല്ലാവരെയും ചതിക്കുകയായിരുന്നെന്ന്? അല്ലെങ്കിൽ ഇവൾ തന്നെ പറയട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ കയ്യിൽ ബലമായി പിടിക്കുകയാണ് പാർവതി. പാർവതി, നീ അവളുടെ കൈവിടെന്നൊക്കെ വിശാൽ പറയുന്നുണ്ടെങ്കിലും പാറു കൈവിടുന്നില്ല. തുടർന്ന് പാറുവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ജാസ്മിൻ പറയുകയാണ്, അതെ, ഞാൻ തന്നെ അത് ചെയ്തത്. ഈ കാരണം കൊണ്ട് വിശാൽ നിന്നെ വെറുത്ത് ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. വിശാലിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും എനിക്കൊരു മടിയുമില്ലെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അച്ചമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, ഇത്രയും നാളും ഒരു വിഷപ്പാമ്പിനെ തന്നെയാണല്ലോ ഞങ്ങൾ പാലൂട്ടി വളർത്തിയത്. എൻ്റെ പേരക്കുട്ടിയെ ദ്രോഹിക്കാൻ ശ്രമിച്ച നീയുണ്ടല്ലോ, ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇവളെ ആരെങ്കിലും പിടിച്ച് പുറത്താക്കാൻ അച്ചമ്മ പറയുമ്പോൾ പാറു പറയുകയാണ്, അത് ഞാൻ തന്നെ ചെയ്യാം. വിശാൽ സാറിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവളെ ഞാൻ തന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിക്കോളാം. അത്രയും പറഞ്ഞുകൊണ്ട് പാറു ജാസ്മിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, നീ എന്നെ അടിച്ചിറക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, ഈ നിൽക്കുന്ന വിശാൽ അണിയിക്കുന്ന വിശാലിൻ്റെ താലിയുമായി ഈ വീട്ടിലെ മരുമകളായി ഞാൻ തന്നെ വന്ന് കയറും. അല്ലാത്ത പക്ഷം ഈ നടുത്തളത്തിൽ ഇവനെ വെള്ള പുതപ്പിച്ച് ഞാൻ കിടത്തുമെന്നും ജാസ്മിൻ പറയുന്നു. ഈ വീട്ടിൽ ഇവൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ഞാൻ ചെയ്യിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജാസ്മിൻ അവിടുന്ന് പോകുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുന്ന പാറുവിനെയാണ്. ഇന്നത്തോടെ ജാസ്മിൻ്റെ എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരണമെന്ന് ഗാർഗി പറയുമ്പോൾ പാറു പറയുകയാണ്, ഇപ്പോൾ അതൊന്നും വേണ്ട, നമ്മുടെ പക്കൽ എന്താണെങ്കിലും തെളിവുകളൊന്നുമില്ല. ആ ഗർഭിണിയായ പെൺകുട്ടിയെ വിടാൻ പാടില്ലായിരുന്നെന്ന് ഗാർഗി പറയുമ്പോൾ പാറു പറയുകയാണ്, ആര് കണ്ട് അവൾ അവിടെ ചെല്ലുമ്പോൾ കളം മാറ്റി ചവിട്ടില്ലെന്ന്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജാസ്മിനെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചു വിടുക എന്നതാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗാർഗിയാണ്. ഗാർഗി ഒരു വ്യാജ സിമ്മിൽ നിന്നും ജാസ്മിൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഇന്നെന്താണെങ്കിലും അവൾക്കിട്ട് ഒരു 8ൻ്റെ പണി തന്നെ കൊടുക്കണമെന്ന് ഗാർഗി മനസ്സിൽ പറയുന്നു. തുടർന്ന് ജാസ്മിൻ്റെ അച്ഛനെ വിളിച്ച് ഗാർഗി പറയുകയാണ്, നിങ്ങളെന്താ നിങ്ങളുടെ മകളെ ഗായത്രി വില്ലയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ജീവിക്കാൻ അത്രയ്ക്കും നിവൃത്തികേടാണോ? ഇനി നിങ്ങൾ നിങ്ങളുടെ മകളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിലേ നിങ്ങളുടെ മകൻ്റെ അതേ ഗതി തന്നെയായിരിക്കും നിങ്ങളുടെ മകൾക്കെന്ന് പറഞ്ഞ് ഗാർഗി കോൾ കട്ട് ചെയ്യുന്നു. ഇത് കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ജാസ്മിൻ്റെ പപ്പ. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. താൻ കണ്ട ആ കുട്ടിയുമൊത്തുള്ള സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിശാൽ. അതേസമയം പാറു അങ്ങോട്ടേക്ക് വരികയാണ്. ഇന്ന് തന്നെ ജാസ്മിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വിശാൽ സാറിനോട് പറയണമെന്ന് പാറു മനസ്സിൽ പറയുമ്പോൾ വിശാൽ പറയുകയാണ്, എനിക്ക് പാർവതിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വെച്ചല്ല, നാളെ നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഇനി പാർവതിക്ക് പറയാനുള്ളത് പറയാൻ വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്, നാളെ തന്നെ ഞാനും കാര്യങ്ങൾ പറയാം. എങ്കിൽ പിന്നെ സാറ് കിടന്നോ എന്ന് പറഞ്ഞ് പാറു മുറിയിൽ നിന്നും പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ്റെ പപ്പ ഗായത്രി വില്ലയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് പ്രഭാവതിയും പ്രതാപനും വരുന്നു.
ജാസ്മിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വന്നതായിരിക്കുമല്ലേ? ഞങ്ങളിപ്പോൾ ജാസ്മിനെ വിളിക്കാമെന്ന് പ്രതാപൻ പറയുമ്പോൾ വക്കീൽ ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ? എൻ്റെ മോളെ നിങ്ങളെന്തിനാ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? അതേസമയം ജാസ്മിനും അങ്ങോട്ടേക്ക് വരുമ്പോൾ വക്കീൽ പറയുകയാണ്, ജാസ്മിൻ, ഈ വീട്ടുകാരും നിന്റെ ആരുമല്ല, പിന്നെയും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിന്റെ ഒന്നും ഒരാവശ്യവുമില്ല, നമുക്ക് ഇപ്പം തന്നെ പോകണം. കേൾക്കുന്ന ജാസ്മിൻ നിസ്സഹായ അവസ്ഥയിൽ പ്രതാപനെയും പ്രഭാവതിയെയും നോക്കുകയാണ്. തുടർന്ന് വക്കീൽ പറയുകയാണ്, ഇത്രയും നാളും എൻ്റെ ഇവിടെ നിർത്തി ദ്രോഹിച്ചതിനെ നിങ്ങൾ പ്രതാപനും പ്രഭാവതിക്കും കൂടാതെ വിശാലിനുമെതിരെ ഞാൻ കേസ് കൊടുക്കും. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ വക്കീലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.